അന്ധതയെ തിരിച്ചറിഞ്ഞ അതിമാനുഷികൻ. SSMO ITEയിലെ അധ്യാപക വിദ്യാർത്ഥികൾ അണിനിരന്ന് തയ്യാറാക്കുന്ന റേഡിയോ നാടകം. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രംഗം 1. ജാനകി, ജാനകി. എന്തിനാ ഇങ്ങനെ നീട്ടി വിളിക്കുന്നേ? നീ ആ പേപ്പർ കട്ടിങ് എടുത്തേ. കണക്കിന്റെ സിദ്ധാന്തങ്ങൾ ഇനിയും ഒരുപാടുണ്ട് എഴുതി തീർക്കാൻ. പേപ്പറൊക്കെ എന്നേ തീർന്നില്ലേ? ഇവിടെ അടുക്കളയിൽ ഒരു മണി അരി പോലും ഇല്ല. എന്താ ചെയ്യാ? ഒരു കണക്കെഴുത്തുകാരന്റെ ജോലിയെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. പകുതിക്ക് വെച്ച് ഈ സിദ്ധാന്തം ഇവിടെ പൂർത്തീകരിക്കാതെ ഉറങ്ങാനും വയ്യ. ഇപ്പോഴും കഴിഞ്ഞില്ലേ? പുറത്ത് ഈ തണുപ്പത്ത് ഇനിയും ഇങ്ങനെ ഇരിക്കണോ? അയ്യേ, ഇതെന്തേ കാണിക്കുന്നേ? നീലമഷി കൊണ്ട് എഴുതിയ പേപ്പറിൽ ചുവന്ന മഷി കൊണ്ട് വീണ്ടും എഴുതുകയോ? ഇതെന്താ ഇപ്പോ ഇങ്ങനെ? പേപ്പർ കഴിഞ്ഞില്ലേ? പഴയ കുറച്ച് ഉപയോഗിച്ച പേപ്പറിൽ ഒരു വിദ്യ നോക്കാം. അല്ലാതിപ്പോ എന്താ ചെയ്യാ? നീ കിടന്നോ, ഞാനിതാ വരുന്നു. എന്ത് ശബ്ദാണിത്? എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നേ. സൈലൻസ്. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്ക്. സൈലൻസ്. എന്താ ഇവിടെ പ്രശ്നം? ഭയങ്കര ശബ്ദാണല്ലോ ക്ലാസ്സില്. ആരെയാ നിങ്ങൾ മണ്ടൻ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നത്? അത് ടീച്ചറെ, അത് അവനെയാ. ആരെ? നമ്മുടെ രാമാനുജനെയോ? എന്തിനാ അങ്ങനെ വിളിക്കണേ? അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ലട്ടോ. എന്താ പ്രശ്നം? എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? എന്താ മക്കളെ ക്ലാസ്സിലെ പ്രശ്നം? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയേ. ടീച്ചർ ഇന്നലെ 3 പഴത്തിന്റെ ഒരു കണക്ക് പറഞ്ഞില്ലേ? അതെ, ടീച്ചർ പറഞ്ഞു. ആ ചോദ്യം ഒന്നും കൂടി പറയാമോ? എന്റെ കയ്യില് 3 പഴമുണ്ട്. അത് 3 കുട്ടികൾക്ക് ഓരോന്ന് വീതം കൊടുത്താല് എത്രയാണ് കിട്ടുക? ഇതല്ലേ ആ ചോദ്യം ഇന്നലെ ചോദിച്ചേ? ഞാൻ പറഞ്ഞു 1 വീതമെന്ന്. രാമാനുജൻ പറയാ, ഒരൊറ്റ പഴവും ഒരൊറ്റ കുട്ടിക്കും കൊടുക്കുന്നില്ലെങ്കിലും എല്ലാവർക്കും പഴം കിട്ടുമെന്ന്. അതാ ഞങ്ങൾ അവനെ കളിയാക്കിയത്. രാമാനുജൻ ഇങ്ങോട്ട് വാ. ആരും അവനെ കളിയാക്കൊന്നും വേണ്ട. രാമാനുജൻ പറഞ്ഞതും ശരിയാണ്. 0ത്തെ 0 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടുക. അതാണ് നമ്മുടെ രാമാനുജന് ചോദിച്ചത്. നിങ്ങളെന്താ ദിവാസ്വപ്നം കാണുകയാണോ? ഒന്ന് വന്ന് കിടന്നാട്ടെ. ശരി, ഇനി ബാക്കി നാളെ ആക്കാം. ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരനായ ശ്രീനിവാസ രാമാനുജന്റെ മഹത്വങ്ങൾ. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പും ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയിലെ ഫെലോയായും ട്രിനിറ്റി കോളേജിലെ ഫെലോയായും തിരഞ്ഞെടുക്കപ്പെട്ട മഹാന്റെ മുന്നിൽ ഞങ്ങൾ ഇത്